കനിവോടെന്നെ നീ തിരികെ വിളിക്കണേ. മുള്ളുകൾക്കിടയിൽ വീണു ഞാൻ ഉടലുമ്പോൾ, മുള്ളുകൾക്കിടയിൽ വീണു ഞാൻ ഉടലുമ്പോൾ, സ്നേഹമാം കൈകളാൽ വാരി പുണർന്നിടൂ, സ്നേഹമാം കൈകളാൽ വാരി പുണർന്നിടൂ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 73 സങ്കീർത്തനം അതിൻ്റെ 27 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയെ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും എന്ന് പറയുമ്പോൾ, സെഖര്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം തന്നെ പറയുന്നത്, ദാര്യാവേശിൻ്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ യുദ്ധപ്രവാചകന്റെ മകനായ ബരഹ്യാവിൻ്റെ മകനായ സെഖര്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. ആകെ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കിലേക്ക് തിരിവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരാനൊരു മനസ്സ്, അത് കർത്താവ് നമ്മളെ വിളിക്കുന്ന വിളിയാണല്ലോ. നിങ്ങളെ എങ്കിലേക്ക് തിരിവിൻ എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും തിരിയുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ദൈവസന്നിധിയിലേക്ക് മനസ്സ് തുറന്ന് മടങ്ങി വരാനുള്ളൊരു അവസരം കർത്താവ് ദാനമായി തന്നിരിക്കുന്നു. ഇത് 8-ാം മാസത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു വചനഭാഗമാണ് നമ്മളിത് കേൾക്കുന്നത്. അടുത്ത വചനത്തെ നോക്കിയാൽ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടുതിരിവിൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ പിതാക്കന്മാർ ഇവിടെ പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? എന്നാൽ ഞാൻ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചില്ലയോ എന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ ഒരു മടങ്ങി വരവ് ദൈവസന്നിധിയിലേക്ക് നമ്മളെ വിളിക്കുക. സർവശക്തനായ ദൈവം നിർമ്മിച്ച ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ, കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനമേ, നമുക്ക് ഒരു പ്രാവശ്യം കൂടെ, ഒരവസരം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുക. ഒന്ന് മടങ്ങി വരേണ്ടവർക്ക് മടങ്ങി വരാനൊരു അവസരം. ദൈവം തന്ന ഉപകാരങ്ങളൊക്കെ ഒന്ന് ഓർത്താൽ, ചെയ്ത നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഓർത്തു നോക്കിയാൽ, ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. എന്നിട്ടും ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലേക്ക് നമ്മൾ ഓടി പലതും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാവിനെ മറന്നു പോകാനിടയാകാതിരിക്കട്ടെ. അതിനെ നമ്മളെ കേൾപ്പിക്കുന്നതാണ്, ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. ഒരു സംഹാരത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വചനഭാഗത്തിൽ കേൾക്കുന്നതും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതിനകത്തുനിന്ന് രക്ഷ പ്രാപിക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയെ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കുവാൻ ദൈവമിടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലതെന്ന് പറയുവാൻ കർത്താവെ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, വരുവാനിരിക്കുന്ന ദുരന്തങ്ങളും കർത്താവെ വരുവാനിരിക്കുന്ന കഷ്ടങ്ങളും മുന്നിൽ കാണുമ്പോൾ പിതാവേ, വേഗത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവർ, സൗഖ്യം പ്രാപിച്ചവർ, ദൈവസന്നിധി ഉടമ്പടി വെച്ചവർ, ദൈവസന്നിധി വിട്ടകന്നു പോയവർ ആരെങ്കിലും കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. മനസ്സുകൊണ്ട് വേഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു വരുവാൻ, അടുത്തു വരുവാൻ, ദൈവത്തിൻ്റെ സന്നിധി നല്ലൊരു സാക്ഷിയായി തീരുവാൻ എല്ലാവരെയും ഇടയാക്കണമേ. വരുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോകുവാൻ ആർക്കും ആവില്ലല്ലോ കർത്താവേ. രക്ഷ പ്രാപിപ്പാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, എൻ്റെ കർത്താവിൻ്റെ നാമത്തെ കീർത്തിക്കുവാൻ, ഗ്ലോറി, സ്തോത്രം. എല്ലാവർക്കും ദൈവം ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കണമേ. കഷ്ടതയുടെ നടുവിൽ കർത്താവെ, കണ്ണുനീരിൻ്റെ നടുവിൽ, വേദനയുടെ നടുവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൽ നിന്നൊരു മോചനം കൊടുക്കുവാൻ ദൈവമായ കർത്താവെ അങ്ങേക്കല്ലാതെ ആർക്കും ആവില്ല.
കർത്താവെ, അത്രമാത്രം തകർന്നും ഉടഞ്ഞും ഇരിക്കുന്ന മക്കളെ ദൈവകരങ്ങൾ വയ്ക്കുക. വേഗത്തിൽ ദൈവമേ അങ്ങ് പ്രവർത്തിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പാകൃപയോടെ കേൾക്കണമേ. ആമേ. സ്തോത്രം.